എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 17-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ താവത്തബോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്ഥിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപഛിദ്രസനിലീനമതേ പുരസ്താദാവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ക്രമവർദ്ധിതേന കഠോര തപസ എന്ന് പറഞ്ഞു. അതായത് താവത്ത് ധ്രുവൻ്റെ ആ കഠിന തപസ് അങ്ങനെ ക്രമത്തിൽ വർദ്ധിച്ചു വന്നപ്പോൾ തപോബല ആ തപശക്തി മൂലം ദിഗന്ധേ നിരുച്ഛ്വസിതേ സർവ്വലോകങ്ങളിലെയും, അതാണ് ഇവിടെ ദിഗന്ധേ എന്ന് പറയുന്നത്. ദിഗന്ധം എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ അറ്റം അല്ലെങ്കിൽ അന്തം എന്നാണ് അർത്ഥം. അതായത് സർവ്വലോകങ്ങളിലെയും ജീവജാലങ്ങൾക്ക് നിരുച്ഛ്വസിതേ ശ്വാസമെടുക്കാൻ വയ്യാതായി. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും വീർപ്പുമുട്ടാൻ തുടങ്ങി. ദേവാർത്ഥിതസ്ത്വം ത്വം ദേവാർത്ഥിത, അങ്ങ് ദേവന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ച് ഉദയത് കരുണാർദ്രചേത, അങ്ങയുടെ മനസ്സ് കരുണാർദ്രമാവുകയും ത്വദ്രൂപഛിദ്രസ നിലീനമതേ പുരസ്താത്, അങ്ങയുടെ രൂപത്തിൽ അതായത് ചിദാനന്ദത്തിൽ ലയിച്ച ധ്രുവൻ്റെ മുൻപിൽ ആവിർബഭൂവിധ ഗരുഡാതിരൂഢ, ഗരുഡാരൂഢനായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ആ ഒരു രൂപം, അതായത് ഗരുഡാരൂഢനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതോർത്തിട്ടാണ് ഇവിടെ വിഭോ എന്ന് വിളിക്കുന്നത്. അല്ലയോ വിഭോ, അങ്ങ് ആ ധ്രുവൻ്റെ മുമ്പിൽ ഗരുഡാരൂഢനായി പ്രത്യക്ഷനായി ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഭട്ടേരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ധ്രുവൻ്റെ തപശക്തി മൂലം സർവ്വലോകങ്ങളിലെയും ജീവജാലങ്ങൾക്ക് വീർപ്പുമുട്ടാൻ തുടങ്ങി. ഹേ വിഭോ, അപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ മനസ്സ് ദയാർദ്രമാകുകയും അങ്ങയുടെ രൂപമായ ചിദാനന്ദ രസത്തിൽ അലിഞ്ഞു ചേർന്ന ധ്രുവൻ്റെ മുമ്പിൽ അങ്ങ് ഗരുഡാരൂഢനായി വന്നെത്തുകയും ചെയ്തു. അതായത് ധ്രുവൻ തൻ്റെ ശ്വാസത്തെ നിരോധിക്കുകയാണ് തപസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ദിഗന്ധം ആകെ നിരുച്ഛ്വസിതമായത്. അതായത് ഭഗവാനെ അങ്ങോട്ട് ചിന്തിച്ചാൽ പിന്നെ ശ്വാസം പോലും എടുക്കണം എന്ന ചിന്ത നമുക്കുണ്ടാവില്ല. അത്രയ്ക്കും ഭഗവാന്റെ ആ രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് ലയിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ലയിക്കുന്ന ആർക്കും തന്നെ ഭഗവാന്റെ ദർശനം സാധ്യമാവാതിരിക്കില്ല എന്നുറപ്പിച്ച് പറയാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.